Hello children, welcome to Kids Area Online. Integration Day 1, Integration Day 2 exam കഴിഞ്ഞിരിക്കുകയാണ്. Integration Day 3 മൂന്നാം ദിവസത്തെ എക്സാമിലേക്ക് നമ്മൾ പോവാണല്ലേ. നിങ്ങൾ റെഡിയാണോ? പഠിക്കാൻ റെഡിയാണോ? ഓക്കെ. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഈ ടൈം ട്യൂഷൻ കഴിയാറായി. നെക്സ്റ്റ് ടൈം ട്യൂഷൻ ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, മൂന്നാം ദിവസത്തെ ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാം ദിവസത്തെ എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് കഥാപുസ്തകം അല്ലെങ്കിൽ കഥ പൂർത്തിയാക്കാം, കഥ എഴുതാം, നല്ലൊരു തലക്കെട്ട് നൽകാം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഒരു കുറുക്കന്റെയും കോഴിയുടെയും കഥയാണ്. എന്താണെന്നറിയാവോ? ഇവിടെ നോക്കിയേ, കോഴിയമ്മയും മക്കളും എന്തു ചെയ്യുകയാ? അതെ, അരി തിന്നുകയായിരുന്നു. ഇവിടെ നോക്കിയേ, കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പമ്മി പമ്മി വന്നു, കുറുക്കനെ കൊത്തി, കുറുക്കനെ കണ്ടു, കുറുക്കൻ ഓടി, അരി തിന്നുകയായിരുന്നു. അപ്പൊ നമ്മൾ ഈ പിക്ചർ, ഈ ചിത്രം ഏതാണെന്ന് മനസ്സിലാക്കി ഇവിടെ നിന്നും എടുത്തെഴുതണം. കോഴിയമ്മയും മക്കളും പമ്മി പമ്മി വന്നോ? അല്ലെങ്കിൽ കുറുക്കനെ കൊത്തിയോ? കുറുക്കനെ കണ്ടു, കുറുക്കൻ ഓടി, അരി തിന്നുകയായിരുന്നു. എന്താ വരിക? അരി തിന്നുകയായിരുന്നു. ഇവിടെ അരി തിന്നുകയായിരുന്നു നമ്മൾ ഇവിടെ എടുത്തെഴുതണം. അതുപോലെ ഇവിടെ എഴുതണം. കോഴിയമ്മയും മക്കളും നൽകിയിട്ടുണ്ട്. അരി തിന്നുകയായിരുന്നു. കുറുക്കൻ പമ്മി പമ്മി വന്നു. കണ്ടോ? ഈ ചിത്രം നോക്കിയേ, പമ്മി പമ്മി വരികയല്ലേ? അപ്പോൾ ഇവിടെയുള്ള പമ്മി പമ്മി വന്നു അത് എടുത്തെഴുതുക. കുറുക്കൻ പമ്മി പമ്മി വന്നു. നോക്കി, അടുത്തെന്താ? പൂവൻ കോഴി കൂടിന് മുകളിൽ നിന്ന് നോക്കുവോ? നോക്കിയപ്പോൾ ആരെ കാണുന്നു? കുറുക്കനെ കണ്ടു. പൂവൻ കോഴി കുറുക്കനെ കണ്ടു. അതിവിടെ എഴുതി, കുറുക്കനെ കണ്ടു. പറന്നു വന്നു, എന്ത് ചെയ്തു? കുറുക്കനെ കൊത്തി. ഇവിടെ പമ്മി പമ്മി വന്നു, കുറുക്കനെ കൊത്തി, കുറുക്കനെ കണ്ടു, കുറുക്കൻ ഓടി, അരി തിന്നുകയായിരുന്നു. ഇതിൽ ഏതാ ശരി? കുറുക്കനെ കൊത്തി. ചിത്രം നോക്കി, കുറുക്കനെ കൊത്തുന്നുണ്ടായിരുന്നോ? പറന്നു വന്ന് കുറുക്കനെ കൊത്തി. അവസാനം എന്താ? കുറുക്കൻ ഓടി. ഇവിടെയുള്ള കുറുക്കൻ ഓടി ഇവിടെ എടുത്തെഴുതണം. മനസ്സിലായല്ലോ? കഥ പൂർത്തിയാക്കൂ. പൂർത്തിയാക്കേണ്ട ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ടാവും. അത് ശരിയായ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ടീച്ചർ വായിച്ചു തരും. നിങ്ങൾക്ക് ഇവിടെ നോക്കി, ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകില്ലേ? മനസ്സിലാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അതുപോലെ എടുത്തെഴുതണം. ഇനി മറ്റൊരു രീതിയിലും കഥയുടെ കാര്യം ചോദിക്കാം. നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വാക്യങ്ങളാക്കി എഴുതുക. ഇത് ഉണ്ണിക്കുട്ടനാണ്. ഉണ്ണിക്കുട്ടൻ ഒരു ദിവസം വട തിന്നുകയായിരുന്നു. എഴുതാൻ അറിയില്ലേ? ഇത് കണ്ട് അതുവഴി ഒരു കാക്ക വന്നു. കാക്ക ഉണ്ണിക്കുട്ടന്റെ കയ്യിലെ വട കൊത്തിയെടുത്തു. എന്നിട്ടോ അടുത്തൊരു മരത്തിൻ കൊമ്പിലിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് കഥ എഴുതണം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് കഥ പോലെ എഴുതുക. വട നഷ്ടപ്പെട്ട ഉണ്ണിക്കുട്ടൻ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിലപ്പോൾ കാക്കയോട് പറഞ്ഞിട്ടുണ്ടാകും. ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞു, കാക്കയെ പാട്ട് പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ കാക്ക സംസാരിക്കാൻ വേണ്ടിയിട്ട് നീ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? കാക്ക വായു തുറന്നതും വട താഴേക്ക് വീണു. അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടാവുക? ചിലപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, വട കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താണോ ആൻസർ അത് നിങ്ങൾ എഴുതണം. ഓക്കെ, അടുത്തെന്താണ് നോക്കിയാലോ? അടുത്ത ഒരു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാടിയ പൂക്കൾ, വാടാത്ത പൂക്കൾ. ഇതുപോലെ മറ്റു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഹോംവർക്കും തരാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ മോഡൽ എങ്ങനെയാണ് നോക്കാം. വാടാത്ത പൂക്കൾ എത്രയാണെന്ന് കണ്ടെത്തൂ. ഇവിടെ നോക്കി, മുല്ലപ്പൂവുണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്, ശംഖുപുഷ്പമുണ്ട്. മുല്ലപ്പൂ, ചെമ്പരത്തിപ്പൂ, ശംഖുപുഷ്പം.
ആകെ എത്ര പൂക്കളുണ്ട്? മുല്ലപ്പൂക്കൾ ആകെ എത്രയുണ്ട്? 5. ചെമ്പരത്തി പൂക്കൾ എത്രയുണ്ട്? 12, 12. ശംഖുപുഷ്പം എത്രയുണ്ട്? 9. ഇനി ഈ 5 പൂക്കളിൽ 2 എണ്ണം വാടിപ്പോയി. 5 പൂക്കളിൽ 2 എണ്ണം വാടിപ്പോയാൽ പിന്നെ എത്രയാ? 3. അത് നമ്മൾ ഇവിടെ എഴുതണം. അതുപോലെ 12 ചെമ്പരത്തി പൂക്കൾ ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം വാടിപ്പോയി. ബാക്കി എത്രയാ? 7. 9 ശംഖുപുഷ്പം പൂവുണ്ടായിരുന്നു. അതിൽ 5 എണ്ണം വാടിപ്പോയി. ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി എത്രയാ? 4. 9 - 5 = 4. ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് എന്ന് കണ്ടെത്തി എഴുതാനുള്ള ചോദ്യം വരാറുണ്ട്. ചോദ്യം വരും കേട്ടോ. ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും. നോക്കിയേ, ഇവിടെ ഈ കുട്ടി, ഇത് ശരത്താണേ. ശരത്തിന്റെ കയ്യിൽ എത്ര ബലൂൺസ് ഉണ്ട്? ഇവിടെ ടീച്ചർ ആൻസറിൽ നൽകിയിട്ടുണ്ട്. നമ്പർ ഓഫ് ബലൂൺസ് ഇൻ ശരത്സ് ഹാൻഡ്. ശരത്തിന്റെ കയ്യിൽ എത്ര ബലൂൺസ് ഉണ്ട്? 1, 2, 3, 4, 5. 5 ബലൂൺസ്. ഓക്കെ. 2 ബലൂൺസ് ആർ ബസ്റ്റ്. 2 ബലൂൺ പൊട്ടിപ്പോയി. ഈ ബലൂണും പൊട്ടിപ്പോയി. ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ്? ഇനി എത്ര ബലൂൺസ് ഉണ്ട്? 1, 2, 3. 5 ഉണ്ടായിരുന്നു. 2 എണ്ണം പൊട്ടിപ്പോയി. 5 - 2, 3. ഇതുപോലെ നോക്കിയേ, ഇവിടെ ഈ ഫ്ലവേഴ്സ്, ഇവിടെ ഒരു ചെടി കണ്ടോ? ഈ പ്ലാന്റില് 8 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. എത്ര ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു? 8 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എത്ര പൂക്കൾ ഈ കുട്ടി പറിച്ചെടുത്തു? 3 പൂക്കൾ. 3. 1, 2, 3. 8 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. 3 ഫ്ലവേഴ്സ് പറിച്ചെടുത്താൽ ഇനി എത്രയുണ്ട്? 1, 2, 3, 4, 5. 8 - 3 = 5. ഓക്കെ. നമ്മുടെ കയ്യിൽ 5 ഫിംഗേഴ്സ് ഉണ്ട്. 5 ഫിംഗേഴ്സ് ഉണ്ട്. 5 വിരലുകൾ ഉണ്ട്. അതിൽ 3 എണ്ണം മടക്കി വെച്ചാൽ എത്രയുണ്ട്? 2. നമ്മുടെ കയ്യിൽ 8 ഫിംഗേഴ്സ്, 8 വിരലുകൾ ഉണ്ട്. അതിൽ 3 എണ്ണം മടക്കി വെച്ചാൽ എത്രയുണ്ട്? 5. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് ഉത്തരം കണ്ടെത്തുന്നത്. മദർ മെയ്ഡ് ഉണ്ണിയപ്പംസ് 5. അമ്മ 5 ഉണ്ണിയപ്പം ഉണ്ടാക്കി. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5 ഉണ്ണിയപ്പം ഉണ്ടാക്കി. അമ്മു ate 1. അമ്മു 1 കഴിച്ചു. ഹൗ മെനി ആർ ലെഫ്റ്റ്? അപ്പൊ നിങ്ങളുടെ കയ്യിൽ 5 ഫിംഗേഴ്സ് എടുത്ത് 5 വിരലുകൾ എടുത്തേ. 5 ഉണ്ണിയപ്പമാണ് കേട്ടോ. 5 ഫിംഗേഴ്സ് എടുത്തോ? 5 വിരലുകൾ എടുത്തോ? എത്ര ഉണ്ണിയപ്പം ഉണ്ട്? 5 ഉണ്ണിയപ്പം. അമ്മു എത്ര എണ്ണം കഴിച്ചു? 1 എണ്ണം കഴിച്ചു. അപ്പൊ 1 എണ്ണം മടക്കി. ഹൗ മെനി ആർ ലെഫ്റ്റ്? 1, 2, 3, 4. 4. അപ്പു ate 1. 4 എണ്ണേ ഉള്ളൂ. അപ്പു വീണ്ടും 1 എണ്ണം കൂടി കഴിച്ചു. ഹൗ മെനി ആർ ലെഫ്റ്റ്? ഇനി എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 3. ഫാദർ ate 1. അച്ഛൻ 1 കൂടെ കഴിച്ചു. ഇനി എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി ആർ ലെഫ്റ്റ്? 2. ഗ്രേൻഡ്മ ate 1. അമ്മുമ്മ 1 എണ്ണം കഴിച്ചു. ഹൗ മെനി ആർ ലെഫ്റ്റ്? 1. മദർ ate 1. അമ്മ 1 കഴിച്ചു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നത്തിങ് ഈസ് ലെഫ്റ്റ്. ഒന്നും ബാക്കിയില്ല. നമ്പർ ലെഫ്റ്റ് ഈസ് 0. ഇനി എത്ര എണ്ണം ഉണ്ട്? 0. ഒന്നുമില്ല അല്ലേ? 5ൽ നിന്ന് 1 പോയാൽ 4. 4ൽ നിന്ന് 1 പോയാൽ 3. 3ൽ നിന്ന് 1 പോയാൽ 2. 2ൽ നിന്ന് 1 പോയാൽ 1. 1ൽ നിന്ന് 1 പോയാൽ 0. ഓക്കെ. ഇവിടെ നോക്കി, അമ്മു ഓറഞ്ച് ഷോപ്പിൽ പോയിട്ട്, ഓറഞ്ച് കടയിൽ പോയി ഓറഞ്ച് നോക്കി. എത്ര ഓറഞ്ച് ഉണ്ടെന്ന് അറിയാവോ? 1, 2, 3, 4, 5, 6, 7, 8. 8 ഓറഞ്ചസ് ഉണ്ട്. 2 ഓറഞ്ച് ആരെടുത്തു? അമ്മു എടുത്തു. എത്ര ഓറഞ്ച് അമ്മു എടുത്തു? 2 ഓറഞ്ച് അമ്മു എടുത്തു. 8 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ 8 ഫിംഗേഴ്സ് എടുത്തേ. 8 ഫിംഗേഴ്സ് എടുത്തേ. യെസ്. എത്ര ഓറഞ്ച് അമ്മു എടുത്തു? 2. 2 ഫിംഗേഴ്സ് മടക്കി വെച്ചേ. ഓക്കെ. ഹൗ മെനി ഓറഞ്ചസ് ലെഫ്റ്റ് ഇൻ ദ ബാസ്കറ്റ്? ഇനി എത്ര ഓറഞ്ചസ് ഉണ്ട്? 2 എണ്ണം പോയി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6. 6 is the answer. ഓക്കെ. അപ്പൊ ലെഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറഞ്ഞു പോവുക. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ഹു ഈസ് ഹൈഡിങ്? ഇവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത്? അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യും, ആരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറയും അഡീഷൻ ചെയ്യാൻ പറയും. 6 + 3 = 9. ഇവിടെ തെറ്റാണ്. 6 - 3 = 3 ആണ് കേട്ടോ. 9 അല്ല, 3 ആണ്. ഓക്കെ. അതുപോലെ എന്ത് ചെയ്യാം? നിങ്ങളോട് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ ചോദിക്കും. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം കേട്ടോ. പാസ് ചെയ്തിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഓക്കെ.
എന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്ന ആരാണെന്ന് കണ്ടെത്താനുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ. ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ആൻസർ കറക്റ്റ് ആയിട്ട് കണ്ടെത്തി എഴുതണം. മറ്റൊരു രീതി ചോദിക്കാം. ഹു ഈസ് ഹൈഡിങ്? ഇവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത്? ജോയിൻ ദ ഡോട്ട്സ് ഫ്രം 50 to 78. 50 നിന്ന് 78 വരെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം 50 കണ്ടെത്തുക. 50. ഓക്കെ, 51, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75. ഇവിടെ 75 വരെയുള്ളൂ. ഇതുപോലെ എന്ത് ചെയ്യാം? ആരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് ഇതുപോലെ എന്ത് ചെയ്യാൻ പറയും? ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ട് പറയും. ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയാലോ. ഇവിടെ ആരാ ഒളിച്ചിരിക്കുന്നേ? റാബിറ്റ്. ഹു ഈസ് ഹൈഡിങ്? ആരാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടെത്താൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറയും. ഇങ്ങനെയാണെങ്കിൽ ചെയ്യാനായിട്ട് അറിയാലോ. അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചിട്ട് പോവാ കേട്ടോ. ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ ഫ്ലവേഴ്സിനെ കുറിച്ച്, നിറമുള്ള പൂക്കൾ, നിറമില്ലാത്ത പൂക്കൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാവരും കണ്ടിട്ടേ പോകാവൂ കേട്ടോ. പൂക്കളെ കുറിച്ച് ചോദിക്കും. മണമുള്ള പൂക്കൾ, കുലയായി വിരിയുന്ന പൂക്കൾ, ഒറ്റയ്ക്ക് വിരിയുന്ന പൂക്കൾ, ഇത് ചോദിക്കും. പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഓക്കെ, ചിൽഡ്രൻ, ബൈ. താങ്ക് യു.